ഹലോ റമദാൻ കരീം. അപ്പോൾ നോമ്പ് 7-ൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ ഈ കറി ഉണ്ടാക്കുന്നത് രാവിലെ ഇബാദുവിനെ സ്കൂളിൽ വിടാനാണ് കേട്ടോ. അവന് സ്കൂളുള്ള ദിവസങ്ങളിൽ നോമ്പ് വെപ്പിക്കാറില്ല. 1-ാം ക്ലാസ്സിലല്ലേ, കുഞ്ഞിന് ഒട്ടും പറ്റത്തില്ലായിരിക്കും കേട്ടോ. അതുമല്ല, സ്കൂളുകാരെ എന്തിനാണ് നമ്മൾ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത്. ശനിയും ഞായറും ഒക്കെ അവൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ 2 നോയമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ശനിയും ഞായറും ഇൻഷാല്ലാ പിടിപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചേ. പിന്നെ ഇതാ അവനെ സ്കൂളിൽ പറഞ്ഞു വിട്ട് അലക്കാനുള്ള തുണിയെല്ലാം വാഷിംഗ് മെഷീനിൽ വിട്ടിട്ട് ഇത് അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു കേട്ടോ. പിന്നെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് അടുക്കളയിലേക്ക് കയറുന്നത്. അപ്പോൾ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കിയാൽ മതിയല്ലോ. നല്ല ചൂടാണ് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ് എൻ്റെ അടുക്കളയിലെ. ഉച്ച കഴിഞ്ഞ് നിൽക്കാനേ പറ്റില്ല കേട്ടോ. പിന്നെ ഇതാ ഞാൻ മാവൊക്കെ വാട്ടിയെടുത്തു. പിന്നെ ഇത് കറിക്കും സ്നാക്സിനും വേണ്ടിയുള്ള സവോളയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഞാൻ സവോള ഉരിച്ചിട്ട് നേരെ ഹാളിൽ പോയാണ് കേട്ടോ അരിഞ്ഞത്. കാരണം ഒരു രക്ഷയില്ല, അത്രയ്ക്കും ചൂടായിരുന്നു ഗൈസ്. പിന്നെ ഞാനിതാ ഇടിയപ്പത്തിൻ്റെ മാവ് ഇങ്ങനെ കുറച്ച് വെള്ളമൊക്കെ ഊറ്റി വീശുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സവോളയൊക്കെ അരിഞ്ഞെടുത്തിട്ട് വന്നു. പിന്നെ ഗൈസ് ഇതാണ് ഇന്ന് പപ്സാണ് ഉണ്ടാക്കുന്നത്. പിന്നെ സമൂസ ഷീറ്റ് വെച്ചിട്ട് പപ്സ് ഉണ്ടാക്കൂലേ, അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2ൻ്റെയും മസാല ഏകദേശം, മുട്ടക്കറിക്കും അതിനുള്ള മസാല ഏകദേശം ഒന്നല്ലേ. അപ്പോൾ ഞാൻ ഒരുമിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്കിന്ന് ഫ്രൂട്ട് സലാഡാണ്. അപ്പോൾ രാവിലെ തന്നെ കസ്റ്റാർഡിൻ്റെ അത് ഉണ്ടാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിതാ ഇടിയപ്പമൊക്കെ വീശുന്നുണ്ട്. ഞാനിങ്ങനെ പ്ലേറ്റിൽ പിന്നെ വീശി വെക്കും കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞിട്ട് അത് വേവുമ്പോഴത്തേക്കും അതിലേക്ക് എടുത്ത് വെച്ചാൽ മതി. ഇതെനിക്ക് എളുപ്പമായിട്ട് തോന്നിയേ, നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല കേട്ടോ. പിന്നെ നമ്മുടെ മുട്ടക്കറിയൊക്കെ സെറ്റായി, മുട്ടയൊക്കെ അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സമൂസയിൽ ഇതാ ഇങ്ങനെ വെക്കൂലേ, കുരിശ് പോലെ വെച്ചിട്ട് മടക്കി എടുക്കൂലേ, അങ്ങനത്തെ ഒരു ഇതാണ് ഉണ്ടാക്കിയത്. മുട്ടയൊക്കെ നടുക്ക് വെച്ചിട്ട് പപ്സ് പോലെ തന്നെ ഇരിക്കും, പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ ഗൈസ്. എണ്ണ ഒത്തിരി കുടിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്നാക്ക്. പക്ഷേ സമൂസയിലൊന്നും അത്ര എണ്ണ കുടിക്കുന്നില്ല, പക്ഷേ ഇതിലെന്താണോന്ന് എനിക്കറിയില്ല, ഒത്തിരി എണ്ണ കുടിക്കുന്ന പോലെ എനിക്ക് തോന്നി. കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇതാ ഗൈസ്, ഞാൻ പാത്രം എല്ലാം പോയി കഴുകിയിട്ട് വന്നു. പിന്നെ സന്ധ്യയായപ്പോൾ ഇതാ നല്ല മഴക്കോളുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.